ഇൻ്റർനാഷണൽ ബോട്ട് ഷോ അതാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുന്നത്. ദുബായിൽ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കാറുണ്ട്. വളരെ വൈകിയാണ് അറിഞ്ഞത്. എങ്കിൽ തന്നെയും നേരെ വണ്ടിയും എടുത്ത് അങ്ങോട്ടേക്ക് വെച്ചു പിടിച്ചു. ലോകത്തിലുള്ള വിവിധ തരം ബോട്ടുകളും പിന്നെ ലക്ഷറിയുടെ അങ്ങേയറ്റമായ പല കാര്യങ്ങളും നമുക്കിവിടെ കാണാം. ഇവിടെ ബോട്ട് വാങ്ങാനും അതുപോലെ തന്നെ നിലവിലുള്ള ബോട്ടുകളിലെ ലക്ഷറി ഐറ്റംസ് ആഡ് ചെയ്യാനും അതല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യാനൊക്കെ ആൾക്കാർ ഇവിടെ വന്നുകൂടുകയാണ്. കൂടുതലും മലയാളികളല്ല കേട്ടോ, അറബികൾ തന്നെയാണ്. കാരണം ഇങ്ങനെ ഒരു ബോട്ട് സ്വന്തമാക്കുന്നുണ്ടെങ്കിൽ അതിന് ഭയങ്കര എക്സ്പെൻസ് ആയിരിക്കും. മിനിമം 3-4 ക്രൂ എങ്കിലും ഡെയിലി ഇതിനകത്ത് പിന്നെ ആവശ്യമുണ്ട്. മാത്രമല്ല ഇത് പല പോർട്ടുകളിലുമായിരിക്കും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലായിരിക്കും പാർക്ക് ചെയ്യുക. അതിൻ്റെ പാർക്കിംഗ് ഫീ ചുരുക്കി പറഞ്ഞാൽ ഒരു ജെറ്റ് വാങ്ങിക്കുന്നത് പോലെ തന്നെയാണ്, ലക്ഷറിയാണ് ഇങ്ങനെ ഒരു ബോട്ട് വാങ്ങിക്കുക എന്നുള്ളത്. മാത്രമല്ല ഇങ്ങനെ ഒരു ബോട്ട് വാങ്ങിച്ചിട്ട് ഇതുപോലെ സെറ്റപ്പ് ചെയ്തെടുക്കാനും നല്ലൊരു എമൗണ്ട് ആവും. അപ്പോൾ പല കമ്പനീസും ഇവിടെ കാണാൻ പറ്റും, ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുന്നതും അതുപോലെ തന്നെ ബോട്ട് സെല്ല് ചെയ്യുന്നതുമായിട്ടുള്ള പല കമ്പനികളും. മാത്രമല്ല ബോട്ടിൻ്റെ എൻജിൻ റോൾസ് റോയ്സ് ആണ് മിക്കതും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ റോൾസ് റോയ്സിൻ്റെ ഒരു കൗണ്ടറും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അടിപൊളി ഒരു ഷോ തന്നെയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. ലക്ഷറി ബോട്ടുകൾ ഇങ്ങനെ നിരയായിട്ട് വെച്ചിട്ടുള്ളത്. ഇത് നമ്മളൊരു കാറിൻ്റെ ഷോറൂമിലൊക്കെ പോയ ഒരു അവസ്ഥയാണ്. കാരണം ഇതിൻ്റെ സ്പെക്ക് അടക്കമുള്ള കാര്യങ്ങൾ വിവരിച്ച് തരാനുള്ള സ്റ്റാഫ് അവിടെയുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ, വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ അകത്ത് പോയിട്ട് ഓരോ കാര്യങ്ങളും വിശദീകരിച്ച് നോക്കാം. എവിടെ വേണമെങ്കിൽ നമുക്ക് ബോട്ട് ബുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇതുപോലെ ഇൻറ്റീരിയർ ചെയ്യുന്ന ടീമിനെ നമുക്ക് അവിടുന്ന് തന്നെ കോൺടാക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ കൊട്ടേഷനും കാര്യങ്ങളൊക്കെ എടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ സെറ്റ് ചെയ്ത ബോട്ടാണ് വേണ്ടെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ കുറച്ച് ക്യാഷും കൊണ്ട് വന്നാൽ ഒരു നല്ലൊരു ബോട്ടും കൊണ്ട് പോകാം. പക്ഷേ കൂടുതലും നിങ്ങൾക്ക് ഇവിടെ കണ്ടാലറിയാം ഫോറിനേഴ്സും അതുപോലെ തന്നെ അറബികളും മാത്രമാണ്. കൂടുതലും നമ്മൾ മലയാളീസൊന്നും അങ്ങനെ കണ്ടിട്ടില്ല ഇവിടെ. എന്ന് കരുതി മലയാളീസിൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ബോട്ട് ഇല്ല എന്നല്ല. ഒത്തിരി മലയാളീസിൻ്റെ കയ്യിൽ ഇതിലും ലക്ഷറി ആയിട്ടുള്ള ബോട്ടുകൾ ഉണ്ട്. പക്ഷേ ഇവിടെ കോമൺ ആയിട്ട് കണ്ട കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. സോ നിങ്ങൾക്ക് കാണാം വേൾഡിലെ ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള ബോട്ടുകൾ അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ പറയാൻ വിട്ടുപോയ മറ്റൊരു കാര്യം, ഇവിടുത്തെ എൻട്രി എന്ന് പറയുന്നത് ഫ്രീ അല്ല, 40 dirhams ആണ് അഡൽട്ടിന് വരുന്നത്. ഇത് എല്ലാവർക്കും വന്ന് കാണാനോ അല്ലെങ്കിൽ എല്ലാ ഫാമിലീസിനും വന്ന് കാണാനും പറ്റിയ ഒരു ഇടമല്ല. നിങ്ങൾക്ക് മറൈൻ എക്യുപ്മെൻറ്റ്സ് ഇല്ലെങ്കിൽ ബോട്ട് അതുപോലുള്ള കാര്യങ്ങളിൽ ഭയങ്കര ക്രേസ് ആണെങ്കിൽ മാത്രം നിങ്ങൾ വന്നാൽ മതി. വന്നു കഴിഞ്ഞാൽ വെർത്തായിരിക്കും, അടിപൊളിയാണ്. ഓരോ മോഡൽ ബോട്ടുകളും പല സൈസിലുള്ളതും പല പവറിലുള്ളതും പല ഡിസൈനുള്ളതുമായിട്ടുള്ള പല ബോട്ടുകളും നിങ്ങൾക്ക് ഇവിടെ കാണാം. അതും കണ്ണഞ്ചിപ്പിക്കുന്ന വിലയിലാണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത്. അത് നമ്മൾ നേരിട്ട് തന്നെ കാണുന്നുണ്ട്. ഓരോ ബോട്ടിനും അറബികൾ വന്നിട്ട് വില പറയുന്നതും മറ്റുള്ളതൊക്കെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ, സീ യു.